ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാമ രാമ ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണ അഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം. രാധേശ്യാം. എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ മനസ്സുകൊണ്ട് നമസ്കരിക്കുകയാണ്. ഭഗവാന്റെ അപാരമായിട്ടുള്ള ആ കൃപാ കടാക്ഷം കൊണ്ട് നമുക്ക് ഈ ഭാഗവതത്തിലൂടെയുള്ള യാത്ര തുടർന്നുകൊണ്ടിരിക്കുകയാണ്. ആ ശ്രീകൃഷ്ണൻ്റെ ആ പരമമായിട്ടുള്ള ആ വാത്സല്യത്തിന് പാത്രീഭൂതരാവാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോ ദിവസവും പാരായണം ചെയ്ത് സമർപ്പിക്കുമ്പോൾ കൂടുതൽ ആ ഭഗവാനോട് പ്രേമവും ആ മനസ്സിലെ മനോമാലിന്യങ്ങളൊക്കെ നീങ്ങി മനസ്സിൽ എപ്പോഴും ഈശ്വര ചിന്തകൾ ഉണ്ടാവാനൊക്കെ ഭഗവാൻ നമ്മളെ അനുഗ്രഹിക്കട്ടെ. കഴിഞ്ഞ ദിവസം നമ്മൾ പാരായണം ചെയ്ത് സമർപ്പിച്ചത് തൃതീയ സ്കന്ധത്തിലെ 2ാമത്തെ അധ്യായമാണ്. വ്രജലീല നിരൂപണം എന്നാണ് പറയണത്. അപ്പോൾ ആ ഒരു ഓരോരോ കാര്യങ്ങൾ ആ ഭഗവാൻ ആടിയ ഓരോരോ ലീലകളെ പറ്റിയിട്ട് പറയണു. ആദ്യം തന്നെ വിതുരര് ഉദ്ധവരോട് ചോദിച്ച ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരമായിട്ട് ആ ഭഗവാൻ സ്വധാമത്തിലേക്ക് പോയതായിട്ടുള്ള കാര്യം പറയണു. പിന്നെ ഓരോരോ ആ ഭഗവാൻ ഉണ്ടായിരുന്ന സമയത്ത് ആടിയ ഓരോ ലീലകളെ അനുസ്മരിച്ചുകൊണ്ട് ആ ഉൾപ്പുളകത്തോടു കൂടിയിട്ട് അതിനെ അനുഭവിച്ചുകൊണ്ട് ഉദ്ധവർ ഓരോന്നും വിതുരരോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗമാണ്. അതിൽ ഇനി നമുക്ക് 3ാമത്തെ അധ്യായമാണ് വായിക്കാനുള്ളത്. വേണ്ടതുപോലെ വായിക്കാൻ സാധിക്കട്ടെ. അക്ഷരത്തെറ്റ് കൂടാണ്ട് ശ്രദ്ധയോടുകൂടി മനസ്സിരുത്തി അതിനെ അനുഭവിച്ചുകൊണ്ട് പാരായണം ചെയ്യാനും അത് വേണ്ടതുപോലെ എല്ലാവരും അതിനോട് ഇഷ്ടത്തോടു കൂടിയിട്ട് ഈ ഒരു സത്സംഗത്തിലിരിക്കുന്ന ഓരോരുത്തർക്കും അത് അനുഭവമായി തീരട്ടെ എന്ന് കൂടി പ്രാർത്ഥിച്ചുകൊണ്ട് ഇന്നത്തെ പാരായണം ആരംഭിക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം, ഗോവിന്ദ ഗോവിന്ദ. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ശ്രീമദ്ഭാഗവതം തൃതീയ സ്കന്ധം 3ാം അധ്യായം. ഉദ്ധവ ഉവാച. തതസ്സ ആഗത്യ പുരം സ്വപിത്രോ ചികീർഷയം ശംബലദേവ സംയുധാ നിപാത്യ തുംകാദ്രിപുയൂധനാഥം ഹതം വ്യകർഷദ്വ്യസവ്യസും ഓജസോർവ്യാം സാന്ദീപനെ സഗത്പ്രോക്തം ബ്രഹ്മാദിത്യാ സവിസ്തരം തസ്മൈ പ്രാതദ്വരം പുത്രം മൃത്യും പഞ്ചജനോദരാത്. സമാഹുതാ ഭീഷ്മക കന്യയായേ ശ്രിയസ്സു സവർണേന ബഭൂഷയൈഷാം ഗാന്ധർവവൃത്യാമിഷതാം സ്വഭാഗം ജഹ്രേപദം മൂർധനീ സുവർണ കഗുദ്മദോ വിദ്വനസോദ ധമിത്വാ സ്വയംവരേ നഗ്നജിതിം യുവാഹ തദ്ഭഗ്നമാനൻ ഗൃധൃതോജ്ഞാൻ ജഗ്നേക്ഷതശസ്ത്രവൃത സ്വശസ്ത്രൈ
പ്രിയം പ്രഭുർഗ്രാമ്യ ഇവ പ്രിയായ വിധത്സുരു ആച്ഛദ് ഉദരും യദർത്ഥേ വ്രജാദ്രവതം സഗണോരുഷാന്ത ക്രീഡാമൃഗോ നൂനമയം വധൂനാം സൂതം മൃദേഹം വപുഷാഗ്രസന്തം ദൃഷ്ട്വാ സുനാഭോന്മദിതം ധരിത്ര്യ ആമന്ത്രിതസത്തനയായ ശേഷം ദത്വാ തത് അന്തപുരം ആവിവേശ തത്രാഹൃദാസ്താ നരദേവകന്യാ കുജേന ദൃഷ്ടാ ഹരിമാത്തബന്ധും ഉദ്ധായ സദ്യോ ജഗൃഹു പ്രകർഷ വ്രീഡാനുരാഗപ്രഹിതാവലോകൈ ആസംഹൃത ഏകസ്മിൻ നാനാകാരേഷു യോഷിതം സവിധം ജഗൃഹേ പാണിന്നനുരൂപാ സ്വമായയാ തസ്വാപത്യന്യജനയത് ആത്മതുല്യാനി സർവദാ ഏകൈകസ്യം ദശ പ്രാകൃതൈ വിഭൂഷയ കാലമാഗതശാല്വാദിന്നനീകൈ രുന്ധതപുരം മജീഘനത് സ്വയം ദിവ്യം സ്വപുംസാം തേജ ആദിശത് ശബരം ദ്വിവിധം ബാണം മുരം ബല്വലമേവ ച അന്യാംശ ദന്തവക്രാദിന്നവധീത് കാംശ്ചഘാതയത് അധ തേ ഭ്രാതപുത്രാണം ഭക്ഷായാപതിതം നൃപൻ ചാലഭൂകുരുക്ഷേത്രം യേഷാമാപതതാം ബലൈ സങ്കർണദുശാസന സൗബലാനാം ഗുമന്ത്രഭാഗേന ശ്രിയായുഷം സുയോധനം സാനുചരം ശയാനം ഭഗ്നോരുമൂർവ്യം നനന്ദപശ്യൻ ക്രിയാൻ ഭുവോയം ക്ഷിപതോരുഭാരോ യദ്രോണ ഭീമാർജുന ഭീമമൂലൈ അഷ്ടാദശാക്ഷൗഹിണികോ മദാംശൈർ ആസ്തേ ബലം ദുർവിഷഹം യദൂനാം മിഥോ യദൈഷം ഭവിതാ വിവാദോ മൃധാ മദാതാമ്രവിലോചനാനാം നൈഷാം വിധോപായ യാനതോന്യോ മയുത്യതേന്ദേ സ്വയം സ്മ ഏവം സഞ്ചിന്യ ഭഗവൻ സ്വരാജ്യേ സ്ഥാപ്യ ധർമ്മജം നന്ദയാമാസ സൗഹൃദാ സാധൂനം വർമ്മദർശയന്നുത്തരായം ദുതപൂരോർ വംശസ്വാധാഭിമന്യുനാ സ വൈ ദ്രൗണ്യസ്ത്ര സംശിന്യ പുനർഭാഗവതാധൃത ധർമ്മസുതമശ്വമേധൈ ശ്രീഭിർവിഭു സോഭിക്ഷ്മാം അനുജൈരക്ഷന്റെ മേ കൃഷ്ണം അനുവ്രത ഭഗവാനപി വിശ്വാത്മാ ലോകവേദാപഥാനുഗാ കാമൻസിഷേവ ദാർവത്യം അസക്തസാഖ്യമാസ്ഥിത സ്നിഗ്ധാസ്മിതാവലോകേന വാചാ പീയൂഷകൽപ്പയ ചാരിത്രേണ നവദ്യേന ശ്രീനികേതേന ചാത്മന ഇമം ലോകമമം ജൈവാരമയൻ സുതരം യദുൻ രേമേ ക്ഷണതയാ ദത്താ ക്ഷണ സ്ത്രീക്ഷണ സൗഹൃദാ തസ്യൈവം രവമാണസ്യ സംവത്സര ഗുണാൻ ബഹൂൻ ഗൃഹമേധേഷു യോഗ്യേഷു വിരാഗ സമജായത ദൈവാധീനേഷു കാമേഷു ജന ദൈവാധീന സ്വയംഭുമൻ കോസ് വിസംപ്രേതയോഗേന യോഗേശ്വരം അനുവൃത പുര്യം കഥാചിത് ക്രീഡാഭിർ യദുഭോജ കുമാരകൈ കോപിതോ മുനയശ്യേപുർഭഗവാൻ മദാ കോവിത തഥാകിതപയൈർമാസൈർവിഷ്ണീ ഭോജന്ധകാദയ യയുപ്രഭാസം സംഹൃഷ്ട രഥൈരേവാ വിമോഹിത തത്ര സ്നാത്വാ പൃഥിർദേവാൻ ഋഷീംശ്ചൈവ തഥാംഭസ അർപ്പയിത്വാധാ വിപ്രേഭ്യ ഗാവോ ബഹുഗുണാ ദദു ഹിരണ്യം രജതം ശയ്യാം
വാസാംസ്യജിനാകമ്പളൻ യാനം രഥാൻ ഇഭം കന്യാധരാം വൃത്തികരീം അപി അന്നം ജോരു രസം തേഭ്യോ ദത്വാ ഭഗവതർപ്പണം വിപ്രാർത്ഥാസവാശൂര പ്രണേമുർഭൂഭുവി മൂർധഭി. ഇത് ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ പാരമഹംസ്യം സംഹിതായാം തൃതീയസ്കന്ധേ രാജലീലാനിരൂപണം നാമ തൃതീയോധ്യായഃ. സർവത്ര ഗോവിന്ദനാമസങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീ ഗുരുവായൂരപ്പ. ഓരോ അധ്യായങ്ങളും ചെറുതാവണ കാരണം കൊണ്ട് ഒരുമിച്ച് വായിച്ച് ഒരുമിച്ച് പറയാമെന്ന് വിചാരിക്കുകയാണ് കേട്ടോ. ഈ തൃതീയ സ്കന്ധത്തിലെ 3-ാമത്തെ അധ്യായത്തിന് കംസവധാനാദി നിരൂപണം എന്നാണ് അക്കിത്ത ഭാഗവതത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇനി നമുക്ക് അക്കിത്ത ഭാഗവതം പാരായണം ചെയ്യാം. ഉദ്ധവർ പറഞ്ഞു, പിതാക്കളെ കാത്തരുളാൻ തുടർന്നു. പുരത്തിലെത്തി ബലരാമയുക്തൻ അമ്മാമനെ എന്നുയരത്തിൽ നിന്നു നിലംപതിപ്പിച്ചു വലിച്ചു കൊന്നു. സാന്ദീപനീ സഗത്പോക്ത ബ്രഹ്മജ്ഞൻ നൽകി ദക്ഷിണ മരിച്ചു മകനെ. പഞ്ചജനോദര വിമുക്തനെ ശ്രുതില്യായം രുക്മിണിയെ ഗ്രഹിക്കാൻ വിളിച്ച ശ്രീതുല്യയാം രുക്മിണിയെ ഗ്രഹിക്കാൻ വിളിച്ച പോൽ വന്നവ തൻ ശിരസിൽ ചവിട്ടി ഗന്ധർവവിധേന വേൽക്കാൻ ഹരിച്ചു. പിന്നെ സുധപോൽ സുവർണൻ വൃക്ഷങ്ങളെ ബാഹുബലാലൊതുക്കി പിടിച്ചു ഞാൻ താൻ നാഗ്നജിതീഭുജത്തെ കൊന്നു. പടയ്ക്കൊത്തെത്തിയ ഭഗ്നമാനന്മാരെ സ്വദേഹത്തിനു പോറലന്യേ. പ്രിയോൽക്കൻ പടികൽപ്പവൃക്ഷം പറിച്ചെടുത്തു ഹരി. വജ്രിരുഷ്ടൻ സൈന്യങ്ങളെ തേടി അടുത്തു പിമ്പേ. നാരീജനത്തിൻ കിളിമാൻ കണക്കെ മാനം വിഴുങ്ങും മകനെ സുനാഭം വധിക്കെ വന്നു ഊഴീതയയ്ക്കു ഗഞ്ചി. വാഴിച്ചതെപ്പോൾ ഭഗദത്തനെ ബന്ധപുരാന്തർഗതനായി കൃഷ്ണൻ. ഭൗമൻ ബലാലങ്ങു തടഞ്ഞുവച്ച ഭൂപാലപുത്രീ ജനമത്തമോദാൽ പെട്ടെന്നെഴുന്നേറ്റെതിരേറ്റു തൂകി. വ്രീളാനുരാഗപ്രഹിതം കടാക്ഷം നാനാഗ്രഹങ്ങളിൽ ചെന്നു. നാനാവേഷത്തിൽ മായയാൽ ഒരേ മുഹൂർത്തത്തിൽ എല്ലാവരെയും വെട്ടു യഥാവിധി. ഓരോരുത്തിലും പിന്നെ പതിപ്പത്ത തുല്യരെ ജനിപ്പിച്ചാൻ അവൻ തൻ്റെ നാനാത്വപ്രതിപത്തിയാൽ. കാലമാഗത ശല്വാദി ആക്രമിക്കേ സ്വപത്തനം അവരെ കൊന്നു കീർത്തിക്കു പാത്രമാക്കി. സുഭക്തരെ ചമ്പരന്തി വിതമ്പാണൻ മുരൻ ബല്ലരെന്നിവർ കൊല്ലിക്കപ്പെട്ടു. താൻ കൊന്നു ദന്തവക്രാദി അന്യരെ. പിന്നെ തൽഭ്രാത് പുത്ര ചേരികളിൽപ്പെട്ട ഭൂപരെ വധിപ്പിച്ചു. കുരുക്ഷേത്രം കുലുക്കും ബലയുക്തരെ ഹാ കർണ ദുശ്വാസന സൗബലാദ്യാകുമന്ത്രമായുദ്ധന നഷ്ടമാകെ. സുയോധനൻ തൻ തുടപൊട്ടിയുള്ള കിടപ്പിലും കൃഷ്ണൻ അതൃപ്തനായി. ആദ്രോണ ഭീഷ്മാർജുന ഭീമർ മൂലം അഷ്ടാദശോക്ഷാഹണി പൂജ്യമായി. ഭൂഭാരമാണെൻ്റെ യദുക്കൾ തന്നുക്കസഹ്യം ഇന്നും നിരൂപിച്ചു കൃഷ്ണൻ. കല്ലിൻ്റെ മത്താൽ തുടുകണ്ണുമായി തർക്കിച്ചു. മേലാൽ അവരും നശിക്കും. മകത്തെ ഞാൻ വെമ്പുകിലാർക്ക് ഇഷ്ടർ പോലും നശിപ്പതില്ലെങ്കിൽ നശിക്കയില്ല എന്നോർത്തു തന്നാട്ടിൽ വാഴിച്ചാനവൻ ധർമ്മപുത്രരെ തോഴരിൽ ദുഷ്ടി കാട്ടി. സാധുക്കൾക്കായി ധർമ്മമാർഗവും സംരക്ഷിച്ചു കുരുവംശം.
ഉത്തരയ്ക്കഭിമന്യുവാൽ രൗണ്യ സംഛിന്നനവൻ ഭഗവാനാൽ പുനർധൃതൻ ചെയ്യിച്ചു 3 അശ്വമേധം വിഭൂതൻ ധർമ്മപുത്രരാൽ തമ്പിമാരൊത്തവൻ കൃഷ്ണഭക്തൻ ഗാത്തു ജഗൽ സുഖം വിശ്വാത്മാ ഭഗവാൻ പോലും ലോകദേവേദപഥാനുഗൻ സാഖ്യം കൈക്കൊണ്ടനാസക്തൻ കാമം സേവിച്ചു പിന്നെയും സിഗ്നസ്മിതാവലോകത്താൽ അമൃതൂറുന്ന വാക്കിനാൽ ചരിത്രത്തിൻ മഹത്വത്താൽ ശ്രീമത്താം ദേഹകാന്തിയാൽ രമിപ്പിച്ചാനിഹാപരാലോകങ്ങളെ യദുക്കളെ കൃഷ്ണൻ തന്നെ കാത്തിരിക്കും ദത്ത സ്ത്രീകളി വത്സലൻ ബഹുസംവത്സരം ഗണം രമിച്ചങ്ങനെ പോക്കവേ ഗൃഹസ്ഥാശ്രമധർമ്മത്തിൽ വൈരാഗ്യം പൂണ്ടുപോയവൻ യോഗേശ്വരൻ എന്ന് യോഗേശ്വരനെ യോഗത്താൽ ആരാധിക്കും സ്വയംഭുമൻ ദൈവാധീനൻ അവൻ ദൈവാധീന കാമത്തെ നമ്പുമോ ഒരിക്കൽ ദ്വാരകയിൽ യാദവ ബാലകേലിയെ ശപിച്ചു ഗുപ്തമുനിമാർ ഭഗവൻ മതവേദികൾ പിന്നെ മാസങ്ങൾക്കു ശേഷം വൃഷ്ണിഭോജകാദികൾ തേരിൽ പ്രഭാസത്തിലെത്തി സഹർഷം ദൈവഭക്തിയാൽ പുണ്യതീർത്ഥത്തിൽ കുളിച്ചു ദേവർഷി പിതൃതർപ്പണം നടത്തി വിപ്രർക്കു നൽകി ഗുണമേറിയ ഗോക്കളെ ഹിരണ്യം രജതം ശയ്യ വസ്ത്രം മാൻതോലുകം വെളി രഥം മഞ്ചൽ ഗണികജം കന്യ ജീവിക്കാൻ വേണ്ട ഭൂമിയും ഈശ്വരാർപ്പണമായേകി സ്വാദിഷ്ടാന്നവുമജ്ജനം തല മുട്ടിക്കുകയും ചെയ്തു മണ്ണിൽ ഗോബ്രാഹ്മണപ്രിയാൽ എന്ന് ശ്രീമദ് ഭാഗവതം 3ാം സ്കന്ധം 3ാമത്തെ അധ്യായം ഇവിടെ സമാപിക്കുന്നു. ചെറിയ ചെറിയ അധ്യായങ്ങളായതുകൊണ്ടാണ് ഒരുമിച്ച് വായിച്ചിട്ട് പതുക്കെ അനുസ്മരിക്കാം എന്ന് വിചാരിക്കുന്നത്. അപ്പോൾ ആ 3ാം അധ്യായം തുടങ്ങുന്നതും ഉദ്ധവരുടെ വാക്കുകളിലൂടെയാണ്. ഉദ്ധവർ ഇതാ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് തുടർന്ന് പറയുകയാണ്. മാതാപിതാക്കന്മാരായിട്ട് ദേവകിക്കും വസുദേവനും സൗഖ്യമുണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ബലരാമനോട് കൂടിയിട്ട് മധുരയിൽ വന്ന് ശത്രുക്കളുടെ സംഘത്തിൽ വച്ചിട്ട് നാഥനായിരിക്കുന്ന കംസനെ അവർ വധിച്ചു എന്ന് പറയണു. ആ കംസനെ വധിച്ചു. അത് കഴിഞ്ഞിട്ട് സാന്ദീപനി മഹർഷിയുടെ അവിടെ ചെന്നിട്ട് ശിഷ്യസ്ഥാനം സ്വീകരിച്ചിട്ട് അദ്ദേഹം പറഞ്ഞു കൊടുത്ത ഉടനെ അത് പഠിച്ച് വേഗം 64 ദിവസം കൊണ്ട് 64 കലകളും പഠിച്ചു എന്നാണ് പറയണേ. അങ്ങനെ പഠിച്ച് ഗുരുദക്ഷിണയായിട്ട് എന്താ വേണ്ടതെന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, സമുദ്രത്തിൽ മുങ്ങി മരിച്ച എൻ്റെ പുത്രനെ എനിക്ക് ലഭിക്കണം എന്നാണ് ആഗ്രഹം എന്ന് പറഞ്ഞു. അങ്ങനെ അദ്ദേഹം സമുദ്രത്തിൽ മുങ്ങിപ്പോയ പുത്രനെ അന്വേഷിച്ച് ചെന്നപ്പോൾ പഞ്ചജനൻ എന്ന ഒരു സത്വം സമുദ്രത്തിൽ താമസിക്കുന്ന പഞ്ചജനൻ എന്ന പേരായിട്ടുള്ള സത്വമുണ്ട്. അതിൻ്റെ വയറ് കീറിയിട്ട് അതിനുള്ളിൽ നിന്ന് കുഞ്ഞിനെ പുറത്ത് എടുത്ത് കൊണ്ടുവന്നു എന്ന് പറയണു. അങ്ങനെ ഭീഷ്മക മഹാരാജാവ് തൻ്റെ മകളെ വിവാഹത്തിനായിട്ട് ക്ഷണിച്ചു. അങ്ങനെയുള്ള ശ്രീദേവിക്ക് തുല്യമായ അവളെ കല്യാണം കഴിക്കണം എന്നുള്ള ആഗ്രഹത്തോടു കൂടിയിട്ട് എല്ലാവരും അവിടെ വന്നു. പക്ഷേ അവർ ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാൻ രുക്മിണി ആരും അറിയാണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെയായിരുന്നു പ്രണയിച്ചിരുന്നത്. ശ്രീകൃഷ്ണ ഭഗവാനെ മാത്രം മനസ്സിൽ നാരദ മഹർഷിയുടെ വാക്കുകൾ കേട്ട ഉടനെ തന്നെ മനസ്സുകൊണ്ട് ശ്രീകൃഷ്ണ ഭഗവാനെ വരിച്ചു കഴിഞ്ഞവളാണ് രുക്മിണി. അപ്പോൾ രുക്മിണി തൻ്റെ മനസ്സ് ഒരു ബ്രാഹ്മണൻ നിമിത്തം ശ്രീകൃഷ്ണ ഭഗവാനെ അറിയിച്ചപ്പോൾ അവരുടെ ഇടയിൽ നിന്ന് രുക്മിണിയെ കൈപിടിച്ച് കയറ്റി ഗാന്ധർവ വിവാഹം ഗാന്ധർവം അനുസരിച്ചിട്ടുള്ള വിവാഹവിധി അനുസരിച്ചിട്ട് അപഹരിച്ചു കൊണ്ടുവന്നിട്ട് രാജധാനിയിൽ കൊണ്ടുവന്ന് വിവാഹം കഴിച്ചു എന്ന് പറയാം. ഓരോ ഭഗവാന്റെ ലീലകളെ ഇങ്ങനെ അനുസ്മരിക്കുന്നു. നഗജിത്തിൻ്റെ പുത്രിയായ നഗ്നജിത്തിയെ വിവാഹം ചെയ്ത് കൊടുക്കാനായിട്ട് നിശ്ചയിച്ച രാജാവ്
മൂക്ക് തുളച്ച് കയറിടാനുള്ള 7 കാളകളെയാണ് അതായത് ആ മതം പൊട്ടി നിൽക്കണ ആന പോലത്തെ 7 കാളകൾ. ആ കാളകളെ മൂക്കൊന്നും കയറിട്ട് പിടിച്ചിട്ടൊന്നുമില്ല. അങ്ങനെ ഇരിക്കുന്ന 7 കാളകളെ ആരാണോ പിടിച്ചു കെട്ടണത് അവർക്കാണ് എൻ്റെ പുത്രിയെ നൽകുള്ളൂ എന്ന് പറഞ്ഞു. ശ്രീകൃഷ്ണ ഭഗവാൻ എന്ത് ചെയ്തു? ആ കാളകളെ പിടിച്ച് മൂക്കേറിട്ടിട്ട് വലിച്ച് അടക്കി. അതായത് 7ആയിട്ട് തിരിഞ്ഞ് 7 കാളകളെയും ഒരേ സമയം പിടിച്ച് പുറത്ത് കയറിയിരുന്ന് മൂക്കയറിട്ട് അതിനെ അടക്കി. അങ്ങനെ ആ കന്യകയെ വിവാഹം കഴിച്ചു എന്ന് പറയാണ്. അവിടെ വന്നിരിക്കുന്ന മറ്റ് രാജാക്കന്മാരെല്ലാം ഇത് കണ്ടിട്ട് അവരെല്ലാം മാനം നഷ്ടപ്പെട്ടവരായിട്ട് തീർന്നു. ആ കൃഷ്ണമഹിമയെ അറിയാത്തവർ ആ കൃഷ്ണനിൽ നിന്ന് കന്യകയെ മോഷ്ടിക്കാനൊക്കെ ശ്രമിച്ചു. അതിപ്പോൾ രുക്മിണിയുടെ വിവാഹം നടന്ന അവസരത്തിലും അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ യാതൊരു ഹാനിയും കൂടാണ്ട് തനിക്ക് യാതൊരു പോറൽ പോലും മേൽക്കാണ്ട് അവരെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ച് ഭഗവാൻ അവരെല്ലാം യുദ്ധത്തിൽ തോൽപ്പിച്ചു എന്ന് പറയാണ്. പിന്നെ ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് ഒരു ദിവസം ഇന്ദ്രലോകത്ത് എത്തിയ ഭഗവാൻ ഇന്ദ്രൻ്റെ അഹങ്കാരം നശിപ്പിക്കാനായിട്ട് തൻ്റെ പത്നിയുടെ ഇംഗിതം നടത്താൻ എന്ന വ്യാജേന സ്വർഗത്തിൽ ചെന്നിട്ട് പാരിജാതം എന്ന ദേവവൃക്ഷത്തെ പിഴുതെടുത്തിട്ട് ഈ ദ്വാരകയിലേക്ക് കൊണ്ടുവന്നു. അപ്പോൾ ഇന്ദ്രൻ വജ്രായുധം ധരിച്ചിട്ട് സംഘത്തോട് കൂടി ചെന്നിട്ട് ഭഗവാന്റെ പിന്നാലെ ചെന്ന് തടഞ്ഞിട്ട് ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് പോയി. അപ്പോൾ ഭഗവാൻ യുദ്ധത്തിൽ നരകാസുരനെ ചക്രായുധം കൊണ്ട് വധിച്ചു. അങ്ങനെ ആകാശത്ത് കൂടിയിട്ട് വിഴുങ്ങാൻ തക്ക വിധം വലുതായ ശരീരമുണ്ടാക്കിയിട്ട് പുത്രനെ ഹനിച്ചത് കണ്ടപ്പോൾ നരകാസുരൻ്റെ അമ്മയായിട്ടുള്ള ഭൂമിദേവി ഭഗവാന്റെ അടുത്ത് വന്നിട്ട് പ്രാർത്ഥിച്ചു. കരുണാനിധിയായിട്ടുള്ള ഭഗവാൻ നരകാസുരൻ്റെ പുത്രനായിട്ടുള്ള ഭഗദത്തനെ രാജാവായിട്ട് അഭിഷേകം ചെയ്ത് നരകാസുരനെ അന്തപുരത്തിലേക്ക് കടന്നു എന്ന് പറയാണ്. അപ്പോൾ അവിടെ എന്തുണ്ടായി? നരകാസുരൻ ബലാത്കാരനെ പിടിച്ചുകൊണ്ട് വന്ന രാജകന്യകമാരുണ്ട്. അവരെയൊക്കെ കണ്ടപ്പോൾ അവർ പറഞ്ഞു, ഞങ്ങൾക്ക് വേറെ ആരും ആശ്രയമില്ല, ഞങ്ങളെ കാത്തു രക്ഷിക്കണം, ഞങ്ങൾക്ക് ആരുമില്ല. ഇതുപോലെ അന്യ ഗൃഹത്തിൽ വന്നിട്ട് ഞങ്ങൾ തടവറയിലാണ് കിടന്നതെന്നൊന്നും ലോകർക്കറിയില്ല. തിരിച്ചു ചെന്നാലും ഞങ്ങളുടെ വീട്ടുകാർ ഞങ്ങളെ സ്വീകരിക്കില്ല, ഞങ്ങളെ വിവാഹം കഴിക്കാൻ വേറെ ആരും ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ട് അങ്ങ് ഞങ്ങളെ സംരക്ഷിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അവരെയും എന്ത് ചെയ്തു? അവരെ എല്ലാവരെയും ഭഗവാൻ സ്വീകരിച്ചു. എങ്ങനെയാണ് സ്വീകരിച്ചത്? ബന്ധനത്തിൽ നിന്ന് വിടുവിച്ചിട്ട് അവരെ അവരവരുടെ ഗൃഹങ്ങളിലെ തന്നെ കൊണ്ടുവന്നാക്കിയിട്ട് എല്ലാവരുടെയും സാന്നിധ്യത്തിൽ ശുഭമുഹൂർത്തത്തിൽ അവർക്ക് അനുരൂപനായിട്ടുള്ള വരൻ്റെ രൂപത്തിൽ ഓരോ ഗൃഹങ്ങളിലും ചെന്നിട്ട് ഓരോ ഗൃഹത്തിലും ഒരുമിച്ചിട്ടാണ് ആ വിവാഹം നടന്നത്. എല്ലാ ഗൃഹങ്ങളിലും ഒരേ സമയം വിവാഹം നടന്നു. അവിടെയൊക്കെ ശ്രീകൃഷ്ണ ഭഗവാൻ അവിടെ വന്ന് അവരെയൊക്കെ സ്വീകരിച്ചു എന്ന് പറയുന്നു. അതായത് ഇതിൻ്റെയൊക്കെ ഒരു പരമാർത്ഥ തത്വം എന്ന് പറയുന്നത് 10,000 എന്ന് പറഞ്ഞാൽ എണ്ണമില്ലാത്തതെന്നാണ് അർത്ഥമുള്ളത്. ആസുരിക ഭാവത്തിൽപ്പെട്ട എണ്ണമില്ലാത്ത ജീവനുകൾ വിഷമിക്കുന്ന സമയത്ത് അവർക്ക് അച്ഛനുണ്ട്, അമ്മയുണ്ട്, ബന്ധുക്കളുണ്ട് എന്നൊക്കെ വിചാരിച്ചിരിക്കുമ്പോഴാണ് ആസുരിക ശക്തി അവരെ കീഴ്പ്പെടുത്തണു. ആ ആസുരിക ശക്തിയിൽ നിന്ന് അവരെ ഭഗവാൻ രക്ഷിക്കുമ്പോൾ അവർക്ക് മനസ്സിലാവും ഞങ്ങളെ രക്ഷിക്കാനായിട്ട് ശാശ്വതമായിട്ട് ഭഗവാൻ മാത്രമേ ഉള്ളൂ എന്ന്. അപ്പോൾ ഭഗവാനെ മാത്രം ആശ്രയിക്കണോ, ആ ഭഗവാനെ മാത്രം ഏകാശ്രയമായിട്ട് ആ ഭഗവാനെ സ്വീകരിക്കണോ എന്നുള്ളതാണ് ഇതിൻ്റെയൊക്കെ ഒരു താല്പര്യം. എല്ലാവരുടെയും ഉള്ളിലും ആത്മാവായിട്ടിരിക്കുന്ന ആ ഭഗവാനിൽ തന്നെ, അതായത് ലോകത്തിന് മുഴുവനും പതിയാണ് ഭഗവാൻ. അപ്പോൾ ഓരോരുത്തരുടെയും ഉള്ളിൽ ആത്മാവായിരിക്കുന്ന ആത്മസാക്ഷാത്കാരമാണ് ഓരോരുത്തരും ലഭിക്കുക. അങ്ങനെയൊക്കെയാണ് അതിൻ്റെ ഇത് നമ്മൾ ധരിച്ചു വശാവേണ്ടതെന്ന് പറയാം. അങ്ങനെ ആ ഭാര്യമാരിൽ 10 ഓരോരുത്തർക്കും 10 സന്താനങ്ങൾ വീതം ഉണ്ടായി എന്നെല്ലാം പറയണു. പിന്നെ സൈന്യങ്ങളോട് കൂടി വന്നിട്ട് ആക്രമിക്കാൻ വന്ന ജരാസന്ധൻ, ശാല്വൻ മുതലായവരെ ദിവ്യശക്തി നൽകിയിട്ട് മുജുകുന്ദൻ മുതലായ ഭക്തന്മാരെ കൊണ്ടാണ് അവരൊക്കെ ഇല്ലാണ്ടാക്കിയത്. അങ്ങനെ ആ ഭക്തന്മാരുടെ മഹിമ ലോകപ്രസിദ്ധമാക്കിയിട്ട് തീർത്തു.
അതുപോലെ ശമ്പരൻ, ദിവിതൻ, ബാണൻ, മുരൻ, ബല്വരൻ ഇവരെയൊക്കെ പ്രദ്യുമ്നാദികളെ കൊണ്ടൊക്കെ വധിപ്പിച്ചു. ദന്തവക്രം മുതലായവരെ ഭഗവാൻ വധിച്ചു. അങ്ങനെ ആ ഭ്രാതാക്കന്മാരായ ധൃതരാഷ്ട്രരെ, പാണ്ഡു പുത്രന്മാരായിട്ടുള്ള ധർമ്മപുത്രാദികളുടെയും ദുര്യോധനാദികളുടെയും ഭാഗത്ത് നിന്നിട്ട് യുദ്ധം ചെയ്യാൻ ഒരുങ്ങി. അപ്പോൾ കുരുക്ഷേത്ര യുദ്ധത്തിൽ സൈന്യങ്ങൾ പരസ്പരം യുദ്ധം ചെയ്തിട്ട് ആസുരിക ഭാവത്തിലുള്ളവരെയൊക്കെ അവിടെ വധിക്കുകയാണ് ചെയ്യണത്. കർണൻ, ദുശ്വാസനൻ, ശകുനി മുതലായവരുടെ ദുരാലോചനകളുടെ ഫലമാണ്. അതുകൊണ്ട് തന്നെ ആ ഭീമൻ്റെ ഗത കൊണ്ടുള്ള അടിയേറ്റിട്ട് അവർ വീണ് കിടക്കണത് ആ ദുര്യോധനെയും കൂട്ടരെയും കണ്ടിട്ടും ഭഗവാൻ ഭൂഭാരം തീർന്നതായിട്ട് കരുതിയില്ല. കാരണം ആ ഭൂഭാരം തീരാനായിട്ട് തൻ്റെ പുത്രന്മാരെന്നുള്ള വ്യാജേന വന്ന് തൻ്റെ ആ യാദവ കുലത്തിലുള്ളവർ മുഴുവനും അഹങ്കാരികളായിട്ട് തീർന്നിട്ട് അവരാണ് ഇപ്പോൾ ഭൂമിക്ക് ഭാരമായിട്ട് തീർന്നിരിക്കേണ്ടത്. ഭഗവാന് മനസ്സിലായി. അപ്പം ഇതുകൊണ്ടൊന്നും ആ ഭൂമിയുടെ ഭാരമൊന്നും തീർന്നിട്ടില്ല എന്ന് ഭഗവാന് മനസ്സിലായി. കാരണം എന്താണെന്ന് വെച്ചാൽ അർജുനൻ, ഭീമസേനൻ, അതുപോലെ ദ്രോണര്, ഭീഷ്മര് മുതലായവരൊക്കെ കൂടിയിട്ട് 18 ക്ഷവണി സൈന്യം നശിച്ചിട്ടുണ്ട്. ഭൂമിയുടെ ഭാരം തീർന്നു. പക്ഷേ ഇനിയും സൈന്യം നശിക്കേണ്ടതുണ്ട്. അതേതാണ്? ആ യാദവരാണ് ഇനിയും നശിക്കേണ്ടതുള്ളത്. അപ്പോൾ ആ സ്വകുലമാകുന്ന അവരും സ്വകുലത്തിൽ ജനിച്ചതായിട്ടും അഹങ്കാരികളായിട്ട് ദുഷ്ടന്മാരായിട്ട് തീർന്നപ്പോൾ അവരെയും ഇല്ലാണ്ടാക്കിയിട്ട് ഭൂമിയെ സംരക്ഷിക്കണമെന്ന് ഭഗവാൻ തീർച്ചപ്പെടുത്തി. കാരണം അവർ ഭഗവാന്റെ കുലത്തിൽ ജനിച്ചു. ശ്രീകൃഷ്ണ ഭഗവാന്റെ ബന്ധുമിത്രാദികൾ, മക്കളാണ്, ബന്ധുക്കളാണെന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അവരുടെ ആ പുത്രന്മാരും പൗത്രന്മാരും ഒക്കെ കൂടിയിട്ട് എന്ത് ചെയ്തു? അമിതമായിട്ടുള്ള മദ്യപാന ആസക്തിയിൽ പെട്ടുപോയി. നല്ല കുലത്തിൽ ജനിച്ചത് കൊണ്ടോ ആ കുലത്തിൽ ശ്രേഷ്ഠന്മാരായുള്ളവരുണ്ടായത് കൊണ്ടോ കാര്യമില്ല. അതിനെ തിരിച്ചറിഞ്ഞ് ആ കുലത്തിൻ്റെ മഹിമ തിരിച്ചറിഞ്ഞ് അവരുടെ ആ നന്മയെ അനുഷ്ഠിക്കുകയാണ് വേണ്ടത്. പക്ഷേ ഇവരൊക്കെ ഇതുപോലെ ആയിത്തീർന്നു. അങ്ങനെ അവർ പരസ്പരം കലഹമുണ്ടാക്കിയിട്ട് അന്യോന്യം നശിച്ചു പോവുകയാണ് അവർ ചെയ്യുക എന്നുള്ളതുണ്ടായി. അപ്പോൾ അതുകൊണ്ട് ഭഗവാൻ എന്ത് ചെയ്തു? ധർമ്മപുത്രരെ രാജാവായിട്ട് അഭിഷേകം ചെയ്തു. അങ്ങനെ സദാചാരത്തെ അനുസരിക്കുക, സുഹൃത്തുക്കളെ കൊണ്ട് അനുസരിപ്പിക്കുകയും ചെയ്തിട്ട് അതിൽ സന്തോഷിച്ചു. പിന്നെ അഭിമന്യു വിധിപൂർവം ഉത്തരയിൽ ജനിപ്പിച്ച ആ സന്താനം ഉണ്ടല്ലോ, ഈ പരീക്ഷിത്ത് മഹാരാജാവ്, ആ സന്താനത്തെ അമ്മയുടെ ഗർഭപാത്രത്തിൽ വെച്ചിട്ട് മൃതപ്രായനായിട്ടുള്ള ആ ജീവനെ ഭഗവാൻ പുനരുജ്ജീവിപ്പിച്ച് അനുഗ്രഹിച്ചു എന്ന് പറയാം. പിന്നെ എല്ലാത്തിൻ്റെയും ഉള്ളിലെ ജീവരൂപേണ വിളങ്ങുന്ന ഭഗവാൻ അവതാരം നിമിത്തം ശരീരത്തെ ധരിച്ചുകൊണ്ട് ശാസ്ത്രത്തിലും വേദത്തിലും മനുഷ്യരെ ഉദ്ദേശിച്ചിട്ട് വിധിച്ച മാർഗങ്ങളെ അതിക്രമിക്കാണ്ട് ആ സ്വരൂപത്തിൽ നിന്ന് ചലിക്കാണ്ടും ആ ദ്വാരകയിൽ വസിച്ചിട്ട് ആ വിഷയങ്ങളിൽ താല്പര്യമില്ലാത്തവനാണെങ്കിലും ലോകത്തിൻ്റെ മുന്നിൽ എല്ലാം അനുഭവിക്കുന്നവനെ പോലെ കഴിഞ്ഞുകൂടി. അങ്ങനെ ഉത്തമനായ മനുഷ്യനെന്ന നിലയിൽ പ്രകാശിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെയുള്ള ആ ഭഗവാൻ ഓരോ ചേഷ്ടകളാൽ ലോകത്തിലുള്ള എല്ലാവരെയും അലൗകികമായ വ്യാപാരങ്ങളാൽ ദേവന്മാരെയും കൂടെ ഒരുപോലെ ആനന്ദിപ്പിച്ചു. നാട്യത്തിൽ ഭഗവാൻ തൻ്റെ മനുഷ്യനാട്യം കൊണ്ട് താൻ ചെയ്യുന്ന ആ നാട്യത്തിൽ ഭഗവാൻ ആത്മാരാമനായിട്ട് സ്വയം ആത്മാനന്ദം അനുഭവിക്കുകയും ചെയ്തു എന്ന് പറയാണ്. അങ്ങനെ അനേക വർഷം കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു? ആ വിരക്തി, ഗൃഹസ്ഥൻ എന്താ ഉണ്ടാവേണ്ടത്? ഗൃഹപാലനൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അതിൽ കുറച്ച് കാലമൊക്കെ അതനുഷ്ഠിച്ച് അങ്ങനെ കഴിഞ്ഞാൽ പിന്നെ ഈ ലൗകിക സൗഖ്യങ്ങളോടൊക്കെ വിരക്തി വരണം അല്ലേ? പിന്നെ ഇതിനൊക്കെ ഉപേക്ഷിച്ചിട്ട് പോകണം. ആ വിരക്തി വരണു അതിന് എന്ന് അദ്ദേഹവും ആ ഗൃഹസ്ഥാശ്രമ വിധികളിൽ വിരക്തനായി.
എന്നിട്ടോ അദ്ദേഹത്തിന് ആസക്തിയില്ല, വിരക്തിയില്ല. പക്ഷേ ആ നാടകം കളിക്കുന്ന നടൻ അതുപോലെയൊക്കെ അഭിനയിക്കണമല്ലോ. അതുകൊണ്ട് എന്നിട്ട് പിന്നെ അത് ഇപ്പോൾ നമ്മൾ എന്തെല്ലാം ഭോഗങ്ങൾ അനുഭവിക്കുന്നുണ്ടോ അതൊക്കെ ദൈവാധീനത്തിൻ്റെ ഫലമാണ്. ഈശ്വരനെ മറന്നിട്ട് അതിൽ മാത്രം മുഴുകിക്കഴിഞ്ഞാൽ അത് നമുക്ക് ദോഷത്തെ ഉണ്ടാക്കി തീർക്കും. പക്ഷേ ഈശ്വര സ്മരണയോടുകൂടി ഇതെല്ലാം ഈശ്വരൻ്റെ പ്രസാദമാണ് എന്ന് കരുതി അതിനൊക്കെ സ്വീകരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് ഗുണത്തിനായിട്ട് വന്ന് ഭവിക്കുമെന്ന് പറയണു. അങ്ങനെ ആ ഭഗവാൻ മനുഷ്യനെ മനുഷ്യവർഗത്തെ മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ആ ഭോഗങ്ങളെ അനുഭവിച്ച് കുറച്ച് വിരക്തിയെ അവലംബിച്ചിട്ട് വിഷയങ്ങളിൽ നിന്നൊക്കെ വിട്ടു നിന്നിട്ട് ദ്വാരകയിൽ ഒരു ദിവസം അങ്ങനെ ഇരിക്കണ ആ എല്ലാത്തിൽ നിന്നും ഒരു അകൽച്ച ഭാവിച്ചു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം കുട്ടികൾ ഭഗവാന്റെ മക്കളൊക്കെ കൂടി ഇരുന്ന് കളിക്കുകയായിരുന്നു. കളിക്കണ സമയത്ത് ഒരിക്കൽ അവിടെ ഋഷീശ്വരന്മാരായിട്ട് ഉള്ള മഹർഷീശ്വരന്മാർ വന്നു. അവരെ അപമാനിക്കുകയാണ് ചെയ്തത്. അവരെ അപമാനിച്ചപ്പോൾ അവരുടെ ശാപം അതിൻ്റെ കഥകളൊക്കെ പിന്നീട് വിശദമായിട്ട് വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഈ സാമ്പനെ സ്ത്രീവേഷം കെട്ടിച്ചിട്ട് ഗർഭിണിയായിട്ട് ആക്കിയിട്ട് ഈ ഋഷീശ്വരന്മാരുടെ മുമ്പിൽ കൊണ്ടുവന്ന് നിർത്തും. എന്നിട്ട് ചോദിക്കും, നിങ്ങളൊക്കെ ജ്ഞാനദൃഷ്ടിയുള്ളവരാണല്ലോ എന്നാണല്ലോ പറയണത്. പ്രസവിക്കാറായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇവളെ എന്ന് പ്രസവിക്കും, എന്ത് കുട്ടിയാവും എന്നൊക്കെ ചോദിക്കും. അപ്പോൾ പറയും അടുത്ത നിമിഷം തന്നെ അവൾ പ്രസവിക്കും, അവൾ പ്രസവിക്കേണ്ട ഒരു ഇരുമ്പൊലക്കാവും, അതുകൊണ്ട് തന്നെ നിങ്ങളുടെ വംശം നശിച്ചു പോകുമെന്ന് ശപിച്ചുകൊണ്ട് ആ ഋഷീശ്വരന്മാരെ ഈശ്വരേച്ഛയാണത്. അവരുടെ ശാപം എന്നൊന്നും പറയാൻ പറ്റില്ല, അതൊക്കെ ഒരു തരം അനുഗ്രഹമാണ്. അപ്പോൾ അതുകൊണ്ട് ലോകത്തിന് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് ഭഗവാന്റെ കുലത്തിൽ ജനിച്ചാലും ഭഗവാന്റെ പുത്രന്മാരായാലും ഏത് ഭാവത്തിലായാലും ചെയ്ത പ്രവൃത്തി ശരിയല്ലെങ്കിൽ അതൊക്കെ നാശത്തിന് കാരണമാവും എന്ന്. ഇപ്പോൾ നാടകം അഭിനയിക്കുന്നവർ മരിച്ചു വീണതൊക്കെ നമ്മൾ കാണും. കുറച്ച് കഴിയുമ്പോൾ നമുക്ക് അവരെ ജീവനോടെ കാണാമല്ലോ. അത് അഭിനയം നമുക്ക് വേണ്ടിയിട്ടാണ്, അത് നമുക്ക് പാഠങ്ങളെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അങ്ങനെ അവർ പോണു. അതുപോലെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഭഗവാൻ എന്ത് ചെയ്തു, വിഷ്ണു ഭോജകന്മാരൊക്കെ എല്ലാവരെയും കൂടിയിട്ട് അവർ ചെയ്തിട്ടുള്ള നമ്മൾ ചെയ്ത എന്തെങ്കിലും അറിഞ്ഞോ അറിയാണ്ടോ ചെയ്ത എല്ലാ പാപങ്ങൾക്കും പരിഹാരമായിട്ട് തീർത്ഥസ്നാനം ചെയ്യണം എന്നുള്ള ആ ഒരു കാര്യം പറഞ്ഞുകൊണ്ട് എല്ലാവരെയും പ്രഭാസ തീരത്തിലെത്തിയിട്ട് അവിടെ തീർത്ഥസ്നാനത്തിന് വേണ്ടി അവിടെ എത്തുകയാണ്. പ്രഭാസ സ്നാനം ചെയ്തിട്ട് ദേവന്മാർക്കും ഋഷിമാർക്കും പിതൃക്കൾക്കൊക്കെ ഉള്ള കർമ്മങ്ങളൊക്കെ ചെയ്ത് ആ തീർത്ഥത്തിൽ വെച്ച് തന്നെ ബ്രാഹ്മണർക്ക് പശുദ്ധാനമൊക്കെ ചെയ്തു. പണ്ട് ആ പശുദ്ധാനം ചെയ്യണമെന്ന് ശ്രീകൃഷ്ണ ഭഗവാൻ ഉണ്ടായ സമയത്ത് വസുദേവരും ദേവകിയൊക്കെ മനസ്സുകൊണ്ട് പശുദ്ധാനമൊക്കെ സങ്കല്പിച്ചത്. പക്ഷേ അന്നതിന് സാധിച്ചില്ല. കാരണം മനസ്സുകൊണ്ട് ദാനം ചെയ്യാനേ അന്ന് സാധിച്ചുള്ളൂ. ഇപ്പോഴത്തെ പ്രത്യക്ഷമായിട്ട് ആ ദാനമൊക്കെ ദാനധർമ്മങ്ങളൊക്കെ ചെയ്ത് അച്ഛനമ്മമാരെ കൊണ്ടൊക്കെ ചെയ്യിച്ച് മക്കളെയും ബ്രാഹ്മണന്മാരെയും പരിപാലിക്കാനായിട്ട് അവരെന്ത് ചെയ്തു, സ്വർണം, വെള്ളി, ശയ്യ, വസ്ത്രങ്ങൾ, മാന്തോല്, കമ്പിളി മുതലായിട്ടുള്ളതൊക്കെ അത് പിന്നെ ധാരാളം ധാന്യങ്ങൾ വിളയുന്ന ഭൂമി ഇതൊക്കെ കൊടുത്തിട്ട് അവരെ എല്ലാവരും സന്തോഷിപ്പിച്ച് അവരുടെ എല്ലാവരും നമസ്കരിച്ചു എന്ന് പറയണതോട് കൂടിയിട്ടാണ് ഈ ഒരു അധ്യായം ഇവിടെ സമർപ്പിക്കണത്. അങ്ങനെ ഈ മൂന്നാമത്തെ അധ്യായം ഇവിടെ സമർപ്പിച്ചു. ഈ നാലാമത്തെ അധ്യായമാണ് അത്. നാലാമത്തെ അധ്യായം 36 ശ്ലോകങ്ങളാണുള്ളത് നാലാമത്തെ അധ്യായത്തിൽ. അപ്പോൾ അത് അടുത്ത ദിവസം ഇത് ഇന്ന് ഒരുമിച്ച് പാരായണം ചെയ്യണമെന്ന് വിചാരിച്ചു. കാരണം ഇത് കുറച്ച് സമയം കൊണ്ട് നമുക്കത് പാരായണം ചെയ്ത് കഴിഞ്ഞു, അതിനെ അനുസ്മരിച്ചു. അപ്പോൾ ഒന്നും കൂടി പാരായണം ചെയ്യാൻ വെച്ചു. പക്ഷേ ഇത് കുറച്ചും കൂടിയാണ്. അപ്പോൾ അത് അത്രയും ഒരുമിച്ച് പറയുമ്പോൾ അത് നമുക്ക് വേണ്ടതുപോലെ അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റുമെന്നൊരു സംശയമുണ്ട്. അപ്പോൾ കുറേശ്ശെയായിട്ട് തിരക്കൊന്നുമില്ല. നമുക്ക് പറ്റണോർത്തോളം പറ്റണ പോലെ ഭഗവാൻ നിശ്ചയിക്കണ പോലെ ചെയ്യാം എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ അത് വേണ്ടതുപോലെ പാരായണം ചെയ്യാനും അനുസ്മരിക്കാനും ഒക്കെ സാധിക്കട്ടെ. കുറേശ്ശെയായിട്ട് എല്ലാ കഥകളും തൊടുവിച്ച് പോവുകയാണ്. ഇനിയും വരുന്ന അതിലൊക്കെ ഇത്
വിസ്തരിച്ച് പറയുന്നത് കൊണ്ടാണ് അതുപോലെ തന്നെ വായിച്ച് പറഞ്ഞ് പോകുന്നത്. ഓരോന്നും വീണ്ടും വീണ്ടും വിസ്താരമായിട്ട് ഇനിയും തുടർന്ന് നമ്മൾക്ക് കേൾക്കാനും പറയാനും ഒക്കെ സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഭഗവാന്റെ പരമമായ കാരുണ്യത്തിന് പാത്രമാകണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ അക്ഷരപ്പൂക്കൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെയും എല്ലാ സജ്ജനങ്ങളുടെയും പാദത്തിൽ പ്രേമപുഷ്പാഞ്ജലിയായിട്ട് നമസ്കരിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് വീണ് നമസ്കരിക്കണം. സർവത്ര ഗോവിന്ദഗാമസങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പാ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ഇന്ന് ധനു 1-ാം തീയതി ആണ്. നാളെ ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ്. നാളെ സുദാമാവ് ഭഗവാന്റെ അടുത്തേക്ക് പോയ ആ ദിവസമായിട്ട് സങ്കല്പിക്കുന്നത് നാളെയാണ്. ധനുമാസത്തിലെ 30 ചൊവ്വാഴ്ചയാണ്. കുചേല ദിനം ആയിട്ടൊക്കെ ആചരിക്കുന്നത് നാളെയാണ്. നമ്മുടെ ആ മനസ്സും അതുപോലെ ആ പരമഭക്തനും ഭഗവാന്റെ ഭക്തനുമായിരുന്നു, ഭഗവാന് പ്രിയപ്പെട്ടവനുമായിരുന്നു ആ സുദാമാവ്. അപ്പം അദ്ദേഹത്തിൻ്റെ ആ ചരിതങ്ങളെ അനുസ്മരിക്കാനും അതുപോലെ ഒരു ഭക്തി, ആ പ്രേമഭക്തി. കാരണം സുദാമാവിൻ്റെ ഒരു ചരിതം പറയുമ്പോൾ നമ്മളൊക്കെ സാധാരണക്കാരായവരൊക്കെ പറഞ്ഞു കേൾക്കണ കഥ എന്താ? വളരെയധികം ദാരിദ്ര്യം അനുഭവിച്ച് കഷ്ടപ്പെട്ട് ബുദ്ധിമുട്ടി വിഷമിച്ചുകൊണ്ട് കുറേ മക്കളെയൊക്കെ ഉണ്ടായിരുന്നു. അവരൊക്കെ പട്ടിണിക്ക് കിടന്ന് ഭാര്യയും മക്കളെപ്പോഴും കരച്ചിലാണ്. ഇദ്ദേഹം ഭഗവാന്റെ നാമം ജപിച്ചിരിക്കും. അങ്ങനെയൊക്കെ നമ്മൾ കേട്ട കഥ അല്ലേ? അപ്പം ആ കഥകൾ കേൾക്കുമ്പോൾ ആലോചിക്കുക, അങ്ങനെ ഉള്ള ഒരു വ്യക്തിയെ ഭഗവാൻ എപ്പോഴെങ്കിലും ഇത് എനിക്ക് പ്രിയപ്പെട്ടവനാണെന്ന് പറയുമോ? ഭഗവാൻ സ്വധർമ്മങ്ങളൊക്കെ അനുഷ്ഠിച്ച് തൻ്റെ ലീലകളിലൂടെ അദ്ദേഹം എങ്ങനെയാണ് ഒരു ഗൃഹസ്ഥനാവേണ്ടത്, എങ്ങനെയാണ് ഒരു പുത്രനാവേണ്ടത്, എങ്ങനെയാണ് ഒരു അച്ഛനാവേണ്ടത്, എങ്ങനെയാണ് ഒരു രാജാവാവേണ്ടത് എന്നുള്ള രീതിയിൽ എല്ലാ വിധത്തിലുള്ളതും അദ്ദേഹം ആചരിച്ച് നമുക്ക് കാണിച്ചു തരികയാണ് ചെയ്തത്. ഓരോന്നും ആചരിച്ച് കാണിച്ചു തന്നു അല്ലേ ഭഗവാൻ? ഏതൊരു ഘട്ടത്തിലും എപ്പോഴും പുഞ്ചിരിയോട് കൂടിയിട്ട് എന്തിനേയും നേരിടാനുള്ളൊരു കരുത്തുണ്ടാവണം, ആ ഉറപ്പുണ്ടാവണം എന്നുള്ളതും നമുക്ക് ഭഗവാൻ തന്നെ അനുഷ്ഠിച്ച് കാണിച്ചു തരികയാണ് ചെയ്തത്. അങ്ങനെ ഇരിക്കുന്ന ഭഗവാൻ ഭാര്യയെ നോക്കാണ്ട്, ഗൃഹത്തിൽ നോക്കാണ്ട്, തൻ്റെ ഭോഗാസക്തി മൂലം 10-12 കുട്ടികളെയൊക്കെ ഉണ്ടാക്കിയിട്ട് അവർക്ക് ഭക്ഷണം കൊടുക്കാണ്ട് ഒക്കെ ഇരിക്കുന്നവർ, അങ്ങനെയുള്ളവരൊക്കെ ഭഗവാൻ തൻ്റെ പ്രിയപ്പെട്ടവൻ എന്ന് പറയുമോ? അല്ല, നമ്മളും കുറച്ചൊക്കെ നമ്മുടെ ഒരു ഇതനുസരിച്ചിട്ടും ചിന്തിക്കണ്ടേ? അപ്പോൾ അതല്ല, അപ്പുറമായിട്ട് ആ ഒരു ജീവൻ്റെ ആ ഒരു മഹാത്മാവിൻ്റെ മഹത്വമുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയാണ്. കാരണം അദ്ദേഹം ധനികൻ ആയിരുന്നില്ല എന്ന് നമ്മുടെ ദൃഷ്ടിയിലുള്ള ലൗകിക ദൃഷ്ടിയിൽ അദ്ദേഹം ധനികനായിരുന്നില്ല. കാരണം അദ്ദേഹത്തിന് ധനം സമ്പാദിച്ചു വയ്ക്കുക എന്നുള്ളൊരു സ്വഭാവം ഉണ്ടായിരുന്നില്ല. അദ്ദേഹത്തിന് വലിയ വലിയ മണിമാളിക കെട്ടിയിട്ട് ധാരാളം ഇങ്ങനെ വച്ച് കെട്ടി ഉണ്ടാക്കി അല്ല, ഇന്നത്തെ കാലത്തൊക്കെ നമ്മൾ കാണുന്നുണ്ട്. അങ്ങനെയാണ്. അല്ല, അത് ഇപ്പോൾ ഭാര്യ പറയുകയാണേ ഇങ്ങനെയൊന്നും വേണ്ട, നമുക്ക് ചെറിയൊരു വീട് പോലെ ചിലപ്പോൾ പക്ഷേ ഭർത്താവ് സമ്മതിച്ചു തരില്ല. നീ അത് പറഞ്ഞ അവിടെ ഇരുന്നോ എന്ന് പറഞ്ഞ് ഭർത്താവ് ചിലപ്പോൾ പറഞ്ഞു തരും. അതല്ല, ഭർത്താവ് പറയുകയാണെന്ന് വെച്ചാൽ ഭാര്യ സമ്മതിച്ചു എന്ന് വരില്ല. പക്ഷെ അതൊക്കെ രണ്ടും ഒരുപോലെ വരണം എന്നുണ്ടെങ്കിൽ എന്ത് വേണം? അത്രയും ഈശ്വര കൃപ വേണം. ഇവിടെ രണ്ടുപേരും ഒരുപോലെയായിരുന്നു. അതാണ് ഏറ്റവും വലിയ ഈശ്വര കൃപ. എങ്ങനെയാണ് ആ കുചേല ബ്രാഹ്മണൻ, അതായത് സുദാമാവ്, കുചേലെന്ന് പറയാനൊന്നും പാടില്ല, എങ്കിലും ആ ഒരു പേര് പോലും പുണ്യമാണ്. കാരണം ഭഗവാൻ തൻ്റെ ഭക്തനോടുകൂടി ഭക്തനണിഞ്ഞ ചേലയെ പോലും പവിത്രമാക്കിയിട്ട് ആ ചേലയുടെ പേരിൽ ആ ഭക്തനെ അറിയിപ്പിച്ചു. അപ്പോൾ ഭക്തനോടുകൂടി ചേർന്ന എന്തും പവിത്രമായിട്ട് തീരുന്നുള്ളതാണ് ആ കുചേലൻ. ആ ചേലയ്ക്ക് പോലും വിശിഷ്ടത നൽകി ഭഗവാൻ. അപ്പോൾ അങ്ങനെ
ആ ഗൃഹസ്ഥാശ്രമിയായിട്ട് ആ പത്നി എങ്ങനെയാണോ അതുപോലെയുള്ള ഭാര്യയായിട്ട് അന്നന്നയ്ക്ക് വേണ്ട വസ്തുക്കളെ അന്നന്ന് കിട്ടണത് കൊണ്ട് സന്തോഷത്തോടു കൂടിയിട്ട് നാളേക്ക് എന്നുള്ള പറഞ്ഞ് സമ്പാദിച്ച് വയ്ക്കാതെ കണ്ട് ഓരോ നിമിഷവും ഈശ്വര വിചാരത്തോടു കൂടിയിട്ടിരുന്ന ദമ്പതിമാരായിരുന്നു. ശ്രീകൃഷ്ണ ഭഗവാനെ പറ്റിയിട്ട് എപ്പോഴും ആ കാരണം നമുക്ക് അറിയാമല്ലേ, നമ്മുടെ ഒരവസ്ഥ വെച്ച് നോക്കൂ, നമുക്കറിയാം. നമ്മൾ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ഗുരുവായൂർക്ക് പോയി വന്നാൽ പിന്നെ അതിനോട് ഇഷ്ടമുള്ള ഒരാളാണ് നമ്മുടെ കൂടെയുള്ളതെന്ന് വെച്ചാൽ നമ്മൾ എപ്പോഴും അവരോട് എന്താ പറയുക, ഗുരുവായൂർ പോയി വന്ന വിശേഷം കണ്ടും കേട്ടും ഒരു ദിവസം പറഞ്ഞാലും പിന്നത്തെ ദിവസം അതന്നെ പറയും, പിന്നത്തെ ദിവസം അതന്നെ പറയും. കാരണം നമ്മൾ അനുഭവിച്ചതിനെങ്ങനെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കും. അത് സഹജമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ ആ ശ്രീകൃഷ്ണ ഭഗവാന്റെ കൂടെ കഴിയാൻ കൊതിച്ച് ശ്രീകൃഷ്ണ ഭഗവാനെ ആഗ്രഹിച്ച ആ സുധാമാവിന് എത്ര പറയാനുണ്ടാവും തൻ്റെ പത്നിയോട് കൃഷ്ണനെ പറ്റിയിട്ടല്ലേ. അത് കേട്ട് 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 ഇദ്ദേഹത്തിൻ്റെ ഭക്തിയിൽ ആനന്ദിച്ച് കണ്ണു നിറഞ്ഞ് കേട്ടുകൊണ്ടിരിക്കുന്ന ആ സാധ്വിയായിട്ടുള്ള ആ അമ്മ പറഞ്ഞറിയണു, ഇപ്പോൾ ഭഗവാൻ ദ്വാരകയിലുണ്ടെന്ന് കേട്ടറിയുമ്പോൾ അമ്മയ്ക്ക് കൊതിയൊന്നും ഇത്രയും അടുത്തുണ്ടായിട്ടൊന്നും പോയി കണ്ടുകൂടെ. ഇദ്ദേഹത്തിന് കാണുമൊന്നും വേണ്ട, കാരണം ഇദ്ദേഹം അനുഭവിച്ചു കൊണ്ടേ ഇരിക്കുകയാണ്. പുറമേക്ക് കാണാനൊന്നുമില്ല, ഉള്ളിൽ ആത്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ പറയാണ്, അങ്ങയ്ക്ക് വേണ്ട ആവശ്യം ഉണ്ടാവില്ല, കാരണം അങ്ങ് പരമഭക്തനാണ്. പക്ഷേ എനിക്ക് അങ്ങയുടെ അത്രയ്ക്ക് ഭക്തി വന്നിട്ടില്ലല്ലോ. അപ്പോൾ അവിടെ എനിക്കും ആ പരമമായ ഭക്തി ഉണ്ടാവണം എന്ന് ആഗ്രഹമുണ്ട് എന്നുള്ള നിലയ്ക്ക് ആ അയക്കുന്ന ആ സമയത്ത് അവിടെ ചെന്നു. ഭഗവാൻ ഇതൊക്കെ സത്യമാണെന്ന് ബോധിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു കഥയുടെ ഇത് വേണ്ടതുപോലെ എനിക്കിത് പറയണം എന്നുണ്ട്. ഇപ്പോൾ ചുരുങ്ങിയ ഈ സമയം കൊണ്ടൊന്ന് അനുസ്മരിക്കണമെന്നേ ഉള്ളൂ കേട്ടോ. അപ്പോൾ അങ്ങനെ ആ ഭഗവാനെ കാണുമ്പോൾ ഭഗവാൻ ഭഗവാനോടൊന്നും പറഞ്ഞ് ലൗകികമായ ഒരു വർത്തമാനങ്ങളും പറഞ്ഞില്ല. ഭഗവാനോട് ഒന്നും പറഞ്ഞില്ല, ഒന്നിനെ പറ്റിയും പറഞ്ഞില്ല. ഭഗവാനെ അമ്പലത്തിൽ ചെല്ലുമ്പോൾ നമ്മളെങ്ങനെയാണ്, നമുക്ക് പറയാൻ 100 കാര്യങ്ങളുണ്ടാവും. മക്കളെ പറ്റിയിട്ട് പറയാനുണ്ടാവും, ഭർത്താവിനെ പറ്റിയിട്ട് പറയാനുണ്ടാവും, ഭാര്യയെ പറ്റിയിട്ട് പറയാനുണ്ടാവും, അതുണ്ടാവും ഇതുണ്ടാവും. നമ്മുടെ വീട്ടിലുള്ള നായക്കുട്ടിയെ പറ്റിയിട്ട് വരെ നമുക്ക് പറയാനുണ്ട്. ഇതൊക്കെയാണ് നമ്മുടെ ഉള്ളിൽ. അതൊക്കെ പറഞ്ഞ് ഭഗവാനോട് ഒന്നും ചോദിക്കാനും പറയാനോ ഭഗവാനെ കാണാനോ നേരമില്ല. കണ്ടു കഴിഞ്ഞാൽ ഈ ലിസ്റ്റ് പറഞ്ഞു കൊടുക്കാനേ നമുക്ക് സമയം ഉണ്ടാവുള്ളൂ. അതേസമയം ആ ഭഗവാനെ കാണുമ്പോൾ എല്ലാം മറന്നിട്ട് അല്ലേ, എല്ലാം പറയാൻ വേണ്ടിയിട്ട് കൊതിച്ചിട്ടാണ് ആ ഭഗവാനോട് പറയാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിൽ വെച്ചിട്ട് ആ ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് ചെല്ലുമ്പോൾ എന്താ ചെയ്യുക, അതെല്ലാം ഇല്ലാണ്ടാവും അല്ലേ. ഒന്നും പറയാതെ എല്ലാം അറിയാമൻ ഗുരുവായൂരപ്പ നിനക്കെന്നാലും ശ്രീകൃഷ്ണ അങ്ങയോടോതുവാനായി ഞാൻ ഒരുപാട് കാര്യങ്ങൾ ഓർത്തു വച്ച് ഒരുപാട് കാര്യങ്ങൾ പറയണം എന്ന് വിചാരിച്ചിട്ട് അത്രയും കാര്യങ്ങൾ മനസ്സിൽ വച്ചിട്ട് പോകും. അവിടെ ചെന്നപ്പോൾ എന്താ, ഭഗവാനെ കണ്ടു കഴിയുമ്പോൾ എല്ലാം മറന്നു ഞാൻ നിന്നുപോയി കണ്ണനൻ അല്ലേ. കണ്ണിന് കാണിക്കുകയായിട്ട് അങ്ങനെയല്ലേ ചെയ്യണേ, എല്ലാം മറന്നു പോവുകയാണ്. ഒന്നും പറയാണ്ട് എല്ലാം അറിയാം. എന്നാലും നമുക്ക് അറിയാൻ വെച്ചാൽ നമ്മളിങ്ങനെ പറയാണ്ടിരിക്കുമോ, നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അത് നമ്മുടേതാണ്. നമുക്കത് ഒന്നും കൂടി മറന്നു പോയാലോ എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. നമ്മുടെ പോലെയൊന്നല്ല, ഭഗവാൻ ഒന്നും മറക്കില്ല. അപ്പോൾ അങ്ങനെയുള്ള ആ ഭഗവാനോടൊന്നും പറയേണ്ട ആവശ്യമില്ല. അത് ഒന്നും പറയാൻ പറ്റില്ല. ഭഗവാനെ ആ ഉള്ളിൽ പരമമായ പ്രേമം, നല്ല ആ പ്രേമഭാവം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ ഒന്നും പറയാൻ പറ്റില്ല. അവിടെ ചെന്നാൽ കൃഷ്ണ 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 കണ്ണ 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 ഹരേ 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 എന്ന് വിളിക്കുക എന്നല്ലാണ്ട് നമുക്കൊന്നും പറയാൻ പറ്റില്ല. നമ്മളിവിടുന്ന് പോകുമ്പോൾ നമ്മളോട് പറയും അല്ലേ. ഇപ്പം നമ്മുടെ പ്രേമ പുഷ്പാഞ്ജലിയിൽ എത്രയോ അമ്മമാർ പോകുമ്പോൾ ഗുരുവായൂർക്ക് പോവുകയാണ്, അല്ലെങ്കിൽ വൃന്ദാവനത്തിലേക്ക് പോവുകയാണെന്ന് പറയുമ്പോൾ അവരെന്താ പറയുക, അമ്മ എൻ്റെ കാര്യം പറയണം കേട്ടോ, എൻ്റെ മോൻ്റെ കാര്യം പറയണം കേട്ടോ, എൻ്റെ അസുഖത്തിൻ്റെ കാര്യം പറയണം കേട്ടോ, എൻ്റെ മോൾക്ക് ജോലി കിട്ടണ കാര്യം പറയണം കേട്ടോ, എൻ്റെ അന്വേഷണം പറയണം കേട്ടോ, എൻ്റെ സ്നേഹം പറയണം കേട്ടോ. ചിലവരൊക്കെ കവിതയൊക്കെ എഴുതി തരും, അമ്മ ഇത് കണ്ണനെ എൻ്റെ ചെവിയിൽ പാടി കേൾപ്പിക്കണം കേട്ടോ.
ഒരുപാട് കാര്യങ്ങൾ അതൊക്കെ നമ്മൾ സ്വീകരിച്ച് ഇതൊക്കെ കൊണ്ടുപോകും. പക്ഷേ ആദ്യത്തെ തവണ തന്നെ എത്തുമ്പോൾ നമുക്കറിയാം നമ്മുടെ അവസ്ഥ എന്നുള്ളത് കൊണ്ട് പോണ വഴിക്ക് തന്നെ ഭഗവാനോട് പറയാം, ഭഗവാനെ ഇതെല്ലാം സൂക്ഷിച്ച് വെച്ചിട്ട് കൊണ്ടുപോവാണ് ഇതെല്ലാം. അത് കഴിഞ്ഞ് പിന്നെ ആ ട്രെയിനിലേക്ക് അങ്ങോട്ട് കയറുന്ന സമയത്ത് ഇത് കയ്യിലുണ്ടാവും, പക്ഷേ ഇതിൻ്റെ കാര്യമൊക്കെ മറന്നു പോകും. പിന്നെ അല്ല അവിടെ എത്തിയാൽ എന്താവും, എങ്ങനെയാണ് ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റും, പിന്നെ അത് തന്നെയാവും ചിന്ത. ഭഗവാനെ എങ്ങനെ കാണാൻ പറ്റുമോ, തിരക്കിൻ്റെ ഇടയിൽ പോകാൻ പറ്റുമോ, ഭഗവാൻ എന്നെ കാണുമോ എന്നൊക്കെ ചിന്തിച്ച് ആ നടയിലെത്തിയിട്ട് അവിടെ ചെല്ലുമ്പോൾ എന്തുണ്ടാവും, ഭഗവാനേന്ന് ഉറക്കെ വിളിക്കാനേ അറിയുള്ളൂ. കണ്ണാ കണ്ണാ ഹരേ ഹരേ കണ്ണാന്ന് വിളിക്കാനേ നമുക്ക് പറ്റുള്ളൂ. അപ്പോൾ എന്ത് ചെയ്യും, ഇതുവരെ നിങ്ങളൊക്കെ തന്നതൊക്കെ കയ്യിൽ കൂട്ടി വെച്ചിട്ടുണ്ടെങ്കിലും മനസ്സിൽ ചേർത്ത് വെച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു പൊതി ഭഗവാന് നൽകാൻ മറന്നു പോയെങ്കിലും ഭഗവാൻ എന്ത് ചെയ്യും, അത് പിടിച്ചു വാങ്ങും. കാരണം നിങ്ങളൊക്കെ അത്ര സ്നേഹത്തോട് കൂടിയിട്ടല്ലേ തന്നുണ്ടാവുക. അങ്ങനെ അതൊക്കെ പിടിച്ചു വാങ്ങും. എന്നും ഈ ഒരു ലീലകൾ സ്ഥിരമായി ഗുരുവായൂരപ്പൻ്റെ മുമ്പിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതൊക്കെ പിടിച്ചു വാങ്ങുക ചെയ്യുക ഭഗവാൻ. അങ്ങനെ ആ സ്നേഹത്തിൻ്റെ പ്രതീകമായിട്ടാണ് ഇനി ആഗ്രഹങ്ങളൊന്നും ഇല്ല, ഇനി ഒരാഗ്രഹവും ഇല്ല, എല്ലാ ആഗ്രഹവും തീർന്നു. ആകെ കൂടി എന്തേ ഉള്ളൂ, പ്രേമഭക്തി വേണമെന്ന് മാത്രമേ ഉള്ളൂ. അതാണ് ഇനി നട്ടാലും മുളയ്ക്കാത്ത അവില് അല്ലേ, അത് ഇടിച്ച് അവിലാക്കിയിട്ട് അതാണ് കൊടുത്തത്. അതിനെ സ്വീകരിച്ച് അവിടെ ചെന്നപ്പോൾ ആകെ പേടിച്ചത് ലക്ഷ്മി ദേവിയാണ്. പേടിച്ചു. എങ്ങനെയാണ് തൻ്റെ ഭക്തൻ്റെ കൂടെ ഭഗവാൻ പോയാൽ തനിക്ക് ആരും ഇല്ലാണ്ടാവുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ ആ ലക്ഷ്മി ഭഗവതി അവിടെ വന്ന് നിന്നു. കാരണം ഭഗവാൻ എവിടെ ഉണ്ടാവുള്ളൂ, ഭക്തൻ്റെ കൂടെ ഉണ്ടാവുള്ളൂ എന്നറിയാം. അങ്ങനെ അവിടെ സമ്പൽ സമൃദ്ധി നിറഞ്ഞപ്പോഴും അപ്പോഴും സുധാമാവിൻ്റെ പത്നിയും അതുപോലെ തന്നെയായിരുന്നു. ആ സുഖഭോഗങ്ങളിൽ ഭ്രമിക്കുകയുണ്ടായില്ല. അതൊന്നും അവർക്ക് പണ്ടത്തെ വീടും ഇപ്പോഴത്തെ വീടും തമ്മിലൊരു മാറ്റവും തോന്നിയില്ല. കാരണം അതിലൊന്നും അവരുടെ മനസ്സെത്തിയിട്ടില്ല. എല്ലാത്തിലും ആ ഭഗവാനെ മാത്രമാണ് അവർ കണ്ടിരുന്നത്. അങ്ങനെയുള്ള ആ സുധാമാവ് അദ്ദേഹം ഭഗവാനെ തൻ്റെ ആ പരമമായ പ്രേമത്തിനെ സമർപ്പിക്കാനാണ്, പത്നി നൽകിയ ആ പരമപ്രേമത്തെ സമർപ്പിക്കാനായിട്ട് പോയി. അവിടെ ചെല്ലുമ്പോൾ അത് മറന്നുപോയെങ്കിലും ഭഗവാൻ അത് സ്വീകരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അല്ലാണ്ട് ആസക്തിക്ക് വേണ്ടിയിട്ട് ധനമുണ്ടാവാനോ ഒന്നുമല്ല നമ്മൾ വേണ്ടത്. ഈ ആവശ്യമില്ലാത്തതിനെയൊക്കെ വിട്ട് ഭഗവാനിൽ പരമപ്രേമം ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഓരോ പ്രാർത്ഥനയും വേണ്ടത്. നമുക്ക് നാളത്തെ ആ ഒരു ദിവസവും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കാൻ സാധിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ വാക്കുകൾ ശ്രീ ഗുരുവായൂരപ്പൻ്റെ പാദത്തിൽ സമർപ്പിക്കുകയാണ്. എല്ലാവർക്കും എല്ലാ നന്മകളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ശ്രീഹരയേ നമ. ഹരേ ഗുരുവായൂരപ്പ ശരണം. നാരായണാഖില ഗുരോ ഭഗവൻ നമസ്തേ. ജയ് ജയ് ശ്രീ രാധേശ്യാം രാധേശ്യാം.